യെസ് ഡോക്ടർ നുസ്രത് ജഹാൻ, ഞാൻ ഇത്ര സമയം ഷാഫി ചാലിയത്തെ കേട്ടിരുന്നത് ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു ഇടപെടരുത്, ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ഇറങ്ങിപ്പോകും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നത് ഇത്രയും സമയം. എന്തിന് അദ്ദേഹത്തിന് ഇത്ര സമയം കൊടുത്തു എന്നൊക്കെ ഒരുപക്ഷെ പ്രേക്ഷകർക്കും സംശയമുണ്ടാകും. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച ഞങ്ങൾ നേരത്തെ ക്ഷണിച്ച ഒരു അതിഥിയോട് മാറി നിൽക്കാൻ പോലും പറയേണ്ടി വന്നു. ഷാഫി ചാലിയം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. എന്ത് മനസ്സിലാക്കുന്നു അതിൽ നിന്ന് ഡോക്ടർ നുസ്രത് ജഹാൻ? അദ്ദേഹം എന്നോട് ചോദിച്ചല്ലോ, അപ്പുറത്ത് ഒരു മുസ്ലിം സ്ത്രീ ഇരിക്കണ്ടേ. ഓക്കെ, ഞാനൊരു പ്രാക്ടീസിങ് മുസ്ലിം തന്നെയാണ്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, അദ്ദേഹത്തോട് ഇപ്പൊ ഈ ജൂതന്മാര് നശിച്ച വർഗാണ്, മറ്റേതാ മറിച്ചേതാന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ രാവിലെ ചെല്ലുന്ന ഒരു ദുആല് പെട്ട ഒരു കാര്യമുണ്ട്. അൽബക്കറ എന്ന് പറഞ്ഞ ദക്കാവുന്ന സൂറത്തിന്റെ പേര്. രണ്ടാമത്തെ ആയത്തിൽ 246 പിന്നെ ഒരായത്തുണ്ട്. അതിൽ പറയണ എന്താ അറിയോ? അലന്തറ ഇല്ലൽ മലായിൻ ബനി ഇസ്രായേൽ മിൻ ബൈനി മൂസ ഇത് കാല നബീനഹു അബൂസ്ലന മലിക്കിൽ നുഖാത്തിലു ഫീ സബീലില്ലാഹി വഖദ് അറജ്ന മിൻ ദിയാരിന വബിനായിന ഫലമ്മ കുതിബ അലൈഹി ഖിതാലു തൗലു ഇല്ലാ ഖലീലു മിൻഹു അല്ലാഹു ലിനിൻ. അതെന്താ വെച്ചാൽ ഇസ്രായേൽ മൂസക്ക് ശേഷം പിന്നെ ഇസ്രായേൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ആ സെന്റൻസ്. അല്ലയോ ദൈവമേ, അള്ളാഹുവേ, നീ ഇസ്രായേലിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നീ ഒരാളെ അയച്ചു തരില്ലേ? ഞങ്ങൾക്ക് നാടില്ല, ഞങ്ങളെ കുട്ടികൾ ഓടിക്കൊണ്ട് നടക്കുന്നു, രാജ്യം വിട്ട്, ഞങ്ങൾക്ക് രാജ്യമില്ല, കിടക്കാൻ കിടപ്പാടല്ല, ഞങ്ങൾക്കൊരു രാജാവിനെ അയച്ചു തരില്ലേ? ഞങ്ങൾക്ക് ഇത് വേണ്ടേന്നുള്ള ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരായത്താണെന്നുള്ള ഷാഫി ചാലിയത്തിനെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ 70 തവണ യാ ബനി ഇസ്രായേൽ, ഇസ്രായേലിന്റെ മക്കളെ, അല്ലാതെ യാ ബനി കേരളമേ, യാ ബനി ഇന്ത്യയെ, യാ ബനി ഹമാസെ എന്ന് ഖുർആനിലെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പറഞ്ഞ വാചകം യാ ബനി ഇസ്രായേൽ, ഇസ്രായേലിന്റെ മക്കളെ എന്നും അവരോട് വിളിച്ചാണ് ദൈവത്തിന്റെ ഇവര് പ്രാർത്ഥനയിൽ ഉണ്ടാവുന്നത്. അത് നമ്മൾ ദിവസം ഇവരിപ്പോ ഈ റമളാൻ മാസം ഇവര് പോയിട്ട് ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് തുടങ്ങിയ പ്രാർത്ഥന രാത്രി 11 മണി വരെ നിന്നു. റംലാന്റെ അവസാനത്തെ 10 പള്ളിയിൽ പോയിട്ട് ഇത്തിക്കാഫ് ഇരിക്കുക, രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥനകളിൽ മുഴുങ്ങിയിരിക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. അല്ലാതെ ഏതോ ഭീകരവാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ഒരു ഭീകരത ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ, ബദർ യുദ്ധത്തിന്റെ ഒക്കെ പശ്ചാത്തലം ശരിയാണ്. പ്രോഫറ്റ് ഇങ്ങോട്ട് ആക്രമിച്ചപ്പോ മാത്രമേ അങ്ങോട്ട് ആക്രമിച്ചിട്ടുള്ളൂ എന്നുള്ളത് സത്യമാണ്. അപ്പൊ എവിടെ വെച്ച് ഈ ഇസ്ലാമിനെ ഇവര് മാറ്റി എഴുതി എന്നുള്ള 354 വർഷങ്ങൾക്ക് ശേഷം, പ്രവാചകന് ശേഷം എഴുതിയുണ്ടാക്കിയ കാര്യങ്ങളിലാണ് ഇന്ന് മുസ്ലിം ലീഗും മലപ്പുറവും മലബാറും ഒക്കെ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഈ ഹമാസിനെ ആരാധിച്ച സോളിഡാരിറ്റി വെൽഫെയർ പാർട്ടി ഇങ്ങനെ കണ്ട എല്ലാരും, ജമാഅത്ത് ഇസ്ലാമി, പിന്നെന്താണ് ബ്രദർഹുഡ്, ഇപ്പൊ ഖത്തറല്ലേ ഇവർക്ക് അഭയം കൊടുത്ത രാജ്യം ഹമാസിന്, കണ്ടില്ലേ? അതാരാ? ബ്രദർഹുഡ്. ആ ബ്രദർഹുഡ് അല്ലേ ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് ഇന്ത്യയിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുള്ള ബംഗ്ലാദേശിലേക്കുള്ളത് ഈ ബ്രദർഹുഡ് അല്ലേ ഫണ്ട് ചെയ്യണേ? ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി എങ്ങനെയാ ഓടുന്നത്? എത്ര ട്രസ്റ്റുകൾ എത്ര ട്രസ്റ്റുകൾ ഇന്ത്യയിൽ നിരോധിച്ചെന്നറിയോ? മുസ്ലിം ട്രസ്റ്റുകൾ എന്ന് പറയുന്നത് ഏതാ അറിയോ? ഇപ്പൊ AP അബൂബക്കർ മുസ്ലിയാരെ ട്രസ്റ്റ് പിന്നെ അത് ബാൻ ചെയ്തത് ഇതാക്കി, ആക്ടിവേറ്റ് ആക്കി. കാരണം എന്താണ്? അവർക്ക് ഭീകര ഫണ്ടല്ല വരുന്നത്, ആരെയോ ധർമ്മം കൊടുക്കുന്ന ഫണ്ടാണ് വരുന്നത്. അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചയച്ചാൽ ജോലി ചെയ്യണ ഉദ്യോഗസ്ഥന്മാരായ AP കുട്ടികളെ ശമ്പളത്തിന്റെ ഒരു ഭാഗം സംഘടനക്ക് അയക്കുന്ന. ഇതെന്താണ്? ബ്രദർഹുഡിന്റെയും ജമാഅത്ത് ഇസ്ലാമിന്റെയും ഒക്കെ ഫണ്ടുകൾ കണക്ട് ചെയ്തായി പോയത്. കാരണം ഞാൻ എന്റെ പാർട്ടിന്റെ പ്രസിഡന്റ് ട്രസ്റ്റിന്റെ അധികാരത്തിലെ പോർട്ട്ഫോളിയോ ഉള്ള ആളാ. അപ്പൊ നമുക്കറിയാൻ പറ്റൂ ഏതെല്ലാം ട്രസ്റ്റുകൾ ഇന്ന് ഇന്ത്യയിലുള്ള മൊത്തം മുസ്ലിം സമുദായത്തിന് പിന്നെ ഭീഷണിയാണ് ഇവരെല്ലാം. കാരണം അത്രയധികം ഫണ്ടുകൾ ഒഴുകുന്നത്. ഈ ഫണ്ട് തിരിച്ചെങ്ങോട്ടാ പോകുന്നത്? ഇവരെ ട്രസ്റ്റുകൾ വന്നിട്ട് ഇവര് കോളേജിനാണോ സ്കൂളിനാണോ അല്ലെങ്കിൽ പിന്നെ വല്ല ആൾക്കാർക്ക് മാത്രമാണോ ഇതിന് അസുഖം വന്നവർക്ക് മാത്രമാണോ ഈ ഫണ്ടുകൾ തെരഞ്ഞെടുത്ത് കൊടുക്കുന്നത്? അല്ല, ഭീകര പ്രവർത്തനങ്ങൾക്ക് പോയി എന്ന് ഇവർക്കുള്ള കറക്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എത്രയോ ട്രസ്റ്റുകളെ രേഖകൾ എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഇതിൽ ഈ TV-യിലൊന്നും വിട്ടാൽ അത് മതിയാവില്ല നമുക്ക്. അപ്പൊ ഇത്രയും നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അവിടെ. അപ്പൊ ഇസ്ലാമില് ഇപ്പൊ പറയുന്ന ഇവരിപ്പോ ഇന്നലെ രാത്രി 11 മണി വരെ കേരളത്തിലെ മൊത്തം മുസ്ലിംകൾ ഇരുന്ന് മേലോട്ട് കൈവച്ച് പിന്നെ റമളാൻ മാസം ഇപ്പൊ മലബാറിലെ
ആ കടലിന്റെ കടപ്പുറത്തിരുന്ന് പ്രാർത്ഥിച്ച് ഇസ്രായേലിനെ നശിപ്പിക്കണേ. ഇത് ഇസ്രായേൽ, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റിയും മുസ്ലിമും ഒക്കെ ഉണ്ടായ കാലം തൊട്ട് ജൂതന്മാർക്കെതിരെ പ്രാർത്ഥിക്കവര്. പണ്ടാരം പോണേ, തീർന്നു പോണേ, ഇസ്രായേൽ തീർന്നു പോണേ, ആ രാജ്യം നശിച്ചു പോണേ ആളുടെ. ഈ ഇസ്രായേലിന്റെ ഉണ്ടാക്കിയ ഫോണും സാധനവും പാൽപ്പൊടിയും മറ്റേതും മറിച്ചും വെച്ചിട്ടാണ് ഇവര് പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ അംബാനിനെയും മോദിനെയും ജിയോ വെച്ചിട്ട് ചീത്ത പറയണ പോലെയാണ് ഇപ്പൊ പറയണേ. ജൂതന്മാരുണ്ടാക്കിയ ഒരു സാധനമല്ല ലോകത്തെല്ലാം എന്നുള്ളത് ഇവർക്കറിയാം. ഇപ്പൊ ദുബായ് ജൂതനെ സ്വീകരിച്ചു, സൗദി അറേബ്യ ജൂതനെ സ്വീകരിച്ചു. എന്തുകൊണ്ടാണ്? അവരൊക്കെ ഇപ്പൊ ശരിക്കുള്ള സൂഫിസത്തിലേക്ക് ഇസ്ലാമിന്റെ ശരിയായ ഭാഗങ്ങൾ പഠിച്ചു. കാരണം ഇവരെ ആക്രമിക്കപ്പെടേണ്ടവരല്ല, ഇവരെ നമ്മൾ ചേർത്ത് നിർത്തേണ്ട ജനതയാണെന്നുള്ള അവർക്ക് മനസ്സിലാവുന്നോണ്ടാ. അല്ലാതെ പാലസ്തീനെതിരെ ഇല്ല. പാലസ്തീനെതിരെ പിന്നെ ഒരു ഇന്ത്യക്കാരനും പറഞ്ഞിട്ടില്ല, നമ്മളും ആരും പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോ മനുഷ്യത്വത്തിന് വേണ്ടി സംസാരിക്കുമ്പോ ഭാരതം സംസാരിക്കുന്ന അതേ സംഗതി തന്നെയാണ് നമ്മൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ചുട്ടുകരിച്ചപ്പോ പറഞ്ഞേ. അപ്പൊ എന്താ ഒരു പ്രാർത്ഥന കേരളത്തിൽ നടക്കാണ്ടിരുന്നത്? ഒരു മെഴുകുതിരി എന്താ കത്തിക്കാണ്ടിരുന്നത്? കാശ്മീർ പണ്ഡിറ്റുകളെ ഇവരെ അറിയേയില്ല. കേരളത്തിലുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു സാധനം മറുപടിയില്ല. വിവേക് അഗ്നിഹോത്രി ഒരു ഫിലിം കാർഗിൽ പോരാളികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അദ്ദേഹം ഉള്ളിൽ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ അപ്പോഴല്ലേ അദ്ദേഹത്തോട് ചോദിച്ചത് എന്തുകൊണ്ട് അവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്രാർത്ഥനാ സംഗമം സംഘടിപ്പിച്ചില്ല കോഴിക്കോട് കടപ്പുറത്ത്. അതിന് ഉത്തരവില്ല, അദ്ദേഹം പോവുകയും ചെയ്തു. അഫ്സൽ ഗുരുവിനെ പറ്റിയിട്ട് പിന്നെ പുസ്തകം എഴുതിയ അരുന്ധതി റോയിനെ അവര് ആരാധിച്ചു, കോൺഗ്രസ്സുകാര്, രാഹുൽ ഗാന്ധി അടക്കം. ഇന്നലെ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലതിന് എതിരായിട്ട് അതായത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മായാണ് പറഞ്ഞ് സോളിഡാരിറ്റിന്റെ ഒരു സ്ത്രീയാണ് പ്രസംഗിച്ചത്. മലബാറിൽ തന്നെയാണ് ഈ പ്രസംഗം നടത്തിയത്. രാജ്യത്തെ ആക്രമിച്ച ഒരു പിന്നെ എതിരാളിനെ തൂക്കിക്കൊന്ന ഒരു രാജ്യം, ആ രാജ്യത്തിനെതിരെ വെല്ലുവിളിക്കുന്ന പാർട്ടിയാണ് ഈ വെൽഫെയറും സോളിഡാരിറ്റിയും എല്ലാം. അവരെ സപ്പോർട്ട് ചെയ്യാൻ പൊളിറ്റിക്കൽ പാർട്ടി എന്ന പോലെ മുസ്ലിം ലീഗ് എങ്ങനെ നിൽക്കുന്നു എന്നാണ് എന്റെ ചോദ്യം. അതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അല്ല, അതാണ് ഞാൻ ഷാഫി ചാലിയത്തോട് ചോദിച്ചതും അതാണ്. എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് എന്തുകൊണ്ട് ഒരു പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തിക്കൂടാ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചുകൂടാ? അതിന് മറുപടി ഇല്ലല്ലോ. നുസ്രത്ത് ജഹാൻ, ഞാൻ വരാം.